നല്ല കാറ്റും മഴയാണ്. സൗണ്ട് കേൾക്കുമെന്നറിയില്ല. അങ്ങനെ നമ്മൾ ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മുടെ ഭയങ്കര കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറില്ലേ, വലിയൊരു അമ്മിക്കല്ലി എടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് ആകെ അതിൻ്റെ ഗ്ലാസും ഇതെല്ലാം പൊട്ടിച്ചു. ഇട്ടതല്ല, എന്തോ തിരക്ക് പിടിച്ച സമയത്ത് ഈ മറ്റേ ഇടിക്കല് അപ്പുറത്തെ സൈഡിൽ തട്ടിന്റെ മുകളിൽ വെച്ചതാണ്. അതിന്റെ അടുത്ത് തന്നെ ഇൻഡക്ഷൻ കുക്കറും ഇല്ലേ, ബക്കലും കൈമുന്ന ഇളകലും എല്ലാം ഒരുമിച്ചായി എല്ലാം പൊട്ടിയത്. ഇവളോട് ആളോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു, ഇത് രാവിലെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ പുറത്തേക്ക് പോയി ഉച്ചയാകുമ്പോൾ, ഇത് രാവിലെ ആ സംഭവം നടന്നിനി. അത് കഴിഞ്ഞിട്ട് ഇവൾ എന്ത് ചെയ്തു, ഇവൾ പുറത്തേക്ക് പോയി. നമ്മൾ രണ്ടാളും എന്നോടും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വരുന്ന സമയത്ത് അമ്മ ഇത് അറിഞ്ഞറിയില്ല. അമ്മയാണ് നമ്മളെ കാട്ടി മുന്നേ വന്നത്. അമ്മ അങ്കൻവാടി വിട്ട് കഴിഞ്ഞ് വന്ന് അങ്ങനെ അമ്മ ചോറ് വെക്കാൻ വേണ്ടി വെള്ളം വെച്ചു. വെള്ളമുണ്ട് തിളച്ച് പറയാൻ, ഇന്ന് തിളച്ചെല്ലാം ഇങ്ങനെ മറയാൻ പോകുന്ന സമയത്താണ് അമ്മ ഇത് കണ്ടത്. ആകെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വയറും ഇതെല്ലാം കാര്യങ്ങളെല്ലാം പുറത്ത് കാണുന്നുണ്ട്. അപ്പം അത് ഇവള് മറച്ചു വെച്ചു. പിന്നെ അമ്മ കണ്ടതുകൊണ്ട് ഭാഗ്യം. ഞാൻ ഇത് അമ്മ സാധാരണ പ്ലഗ് കുത്തിയിട്ട് ഇൻഡക്ഷൻ ഓൺ ആക്കിയില്ല. ഞാൻ എനിക്കത് അയച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് വെച്ചിനി. അമ്മ അത് ഉപയോഗിക്കേണ്ട വെച്ചിട്ട്. അപ്പം ഇവരോട് പറയാത്ത കാരണം അന്ന് ഇടുന്ന എന്തോ ഡാൻസിൻ്റെ വീഡിയോ എല്ലാം പിടിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ പുറത്തു പോകാൻ നിൽക്കുന്നേ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ ടെൻഷൻ പറ്റിയിട്ട് എനിക്ക് ജീതയും കിട്ടും. പിന്നെ ആരോടും പറഞ്ഞില്ല. അപ്പൊ അത് കാണിക്കാം നമുക്ക്. അത് എങ്ങനെയാണ് അതിന്റെ സ്ഥിതി എന്ന് കാണാലോ. പൊട്ടാനില്ലത് പൊട്ടി, പിന്നെ വെറുതെ ടെൻഷൻ. അത് പൊട്ടിയാൽ നീ പറയായിരുന്നു. അത് ഏതാ അതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടിയത്, ഇതിൻ്റെ വയറെല്ലാം കിടന്നേക്കറ. ഇതെല്ലാം ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് ആക്കി വെച്ചതാ. ഇങ്ങനത്തെ അവസ്ഥയാക്കിയിട്ടാ. ആ കല്ലൊറ്റ വീവലെന്ന് അത് വലിയൊരു കുത്തുകല്ല എന്നാന്ന് പറയുന്നത്. ഇടിക്കല്ലേ ഇടിക്കല് പൊട്ടി വീണ്ടതാണ്. അപ്പൊ അത് നമ്മൾ ഒന്ന് ശരിയാക്കാനൊന്നും പറ്റുമോ നിനക്ക് തന്നെ അറിയില്ല. അതിന്റെ ഗ്ലാസ് മാറ്റാൻ പറ്റുമെന്നില്ല. നമുക്ക് അവിടെ അടുപ്പ് ശരിയാക്കുന്ന ഒരു സ്ഥലമുണ്ട് പിലാത്ര, അവിടെ ചോദിച്ചോക്കാം. പിന്നെ ഇത് എനിക്ക് തോന്നുന്നില്ല, അതിന് മൊത്തമായിട്ട് മാറ്റേണ്ടി വരും. മൊത്തമായിട്ട് മാറ്റുമ്പോൾ ചിലപ്പോ അവര് പറയും പുതിയത് മേടിച്ചാൽ മതി. അങ്ങനെയാ കഴിഞ്ഞ പ്രാവശ്യം എന്തോ മാറ്റാൻ പറയുമ്പോ അവര് പറഞ്ഞൊരു കാര്യം. അത് ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾ പുതിയത് വാങ്ങിക്കുന്നു. അതെ. പിന്നെ മണിക്കൂറിന്റെ ഒരു ബാഗ് ഉണ്ട്, കുറേ ദിവസമായി സിബ് പൊട്ടിയിട്ടേ. അപ്പൊ ഓനൊരു ബാഗ് ഉണ്ടായിട്ട് പുതിയ ബാഗ് വാങ്ങിയതാ കേട്ടോ. ഒരു മാസം ഉപയോഗിക്കുമ്പോ അതിന്റെ സിബ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ബാഗിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ ഇവര് ഉപയോഗമാണ്. പിടിച്ചിട്ടാ കൊണ്ടുപോകും. എന്താണെന്നറിയില്ല. ഇവന് കൊടുത്ത ബുക്ക് ഫുൾ എല്ലാരും ഇങ്ങനെ തന്നെയാണോന്ന് അറിയില്ല. ഇവനില്ല മൊത്തം ബുക്ക് എടുത്തിട്ടാ പോലെ ഓന് പോകുന്നത് കാണണം. മറ്റേ ഹിമാലയം കയറാൻ പോകുന്ന പോലെ ദിലീപ് പോകുന്ന പോലെ ആന്ന്. അത്രക്ക് വലിയ ഇനി എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ എല്ലാ ബുക്കും ഭാര്യ കോരി എടുത്തിട്ടാ പോലെ അല്ലേ പ്രിയ. ടൈം ടേബിൾ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ നമ്മളിത് മാറ്റി വെച്ചിട്ട് ഇല്ലാണ്ടായി പോണ്ട വെച്ചിട്ട് ഞാനൊന്നും പറയലുമില്ല. അപ്പൊ അതിനൊരു സിബെല്ലാം. അപ്പൊ ഇതിനൊന്നും ഒരു സിബ് തുന്നണം ആ കാര്യം. പിന്നെ 2-3 സാധനം ഒന്നും മേടിക്കാനുണ്ട്. അതെ, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോകുന്ന വഴിയെ കാണാം ഓരോ കാര്യങ്ങള്. പിള്ളേർ വരുമ്പോഴത്തേക്ക് എത്തും വേണം. പിള്ളേർ 4 മണിയാകുമ്പോൾ തിരിച്ചെത്തും. ഇപ്പം നമ്മൾ 1:30 ഭക്ഷണം ഒന്നും കഴിച്ചില്ല. ഇന്നത്തെ ചിലപ്പം ഭക്ഷണം പുറത്തുനിന്നായിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ കുട്ടി അല്ല അത് പറയണം വെച്ചിട്ടാ പറഞ്ഞാല് ആൾക്കാർ പറയും ഇവകൊന്നും വീട്ടിൽ വെക്കല്ലേ എന്നല്ലേ. രാവിലെ കുട്ടിയൊക്കെ വേണ്ടിയിട്ട് നല്ല ചിക്കൻ കറിയും പയറ് വറവാക്കി. അതിന്റെ ഇടയ്ക്ക് ചപ്പാത്തിയും ചിക്കൻ കറി ഇല്ലത് മൊത്തം നമ്മള് രാവിലെ അത് കഴിച്ചു രണ്ടാളും കൂടിയിട്ട്. ചിക്കൻ സീനാട്ടം മാത്രല്ല കേട്ടോ, കുറച്ച് മറ്റേ ഇത് പറയുന്ന പോലെ ഇന്നസെന്റ് മറ്റേലേക്ക് കുറച്ച് അങ്ങനെ രണ്ടാളും കൂടി അത് അടിച്ച് പെരുമാറി. ഇനി ഏതായാലും ഭക്ഷണം നമ്മളത് പുറത്തായിരിക്കും. അങ്ങനെ നമ്മള് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മള് തന്നെ കഴിക്കാൻ പാടില്ല, എല്ലാവർക്കും പുറത്തുനിന്നെല്ലാം കഴിക്കണം. നമുക്ക് പോവാന്നാലേ പോവാം. അങ്ങനെ നമ്മള് ഗ്യാസ് അല്ല നമ്മളെ ഇൻഡക്ഷൻ ശരിയാക്കുന്ന സ്ഥലത്ത് അവര് ഫുഡ് കഴിക്കാൻ പോയിനൊന്നും അറിയില്ല. ഞാൻ 2 മണിയായി കാണും. അതെ, ചെരുപ്പ് കാണുന്നുണ്ട് പുറത്ത്. ഞാൻ ഏതായാലും ചോദിച്ചിട്ട് വരട്ടെ. അങ്ങനെ സാധനം ശരിയാക്കാൻ പോയി. അപ്പൊ അവര് പറഞ്ഞു ഇതിന്റെ സർവീസ് സെന്ററിൽ കൊടുക്കണം, എന്നാലേ ശരിയായി കിട്ടൂലെന്ന്. കാരണം ബട്ടന്റെ ആണെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും പഴയ ഗ്ലാസ് എല്ലാം വെച്ച് ഒപ്പിക്കാൻ പറ്റും. ഇത് മൊത്തമായിട്ടില്ലതല്ലേ, അതിന്റെ എല്ലാം ഇല്ല, മാനുവലും എല്ലാം ഇല്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് മാറ്റാം. പിന്നെ ഇതിന്റെ തന്നെ സാധനം വരണം പഴയത്. അപ്പൊ അത് ഇവിടെ ഇല്ല. എനിക്ക് തോന്നി അതിന്റെ കിടപ്പലം കണ്ടിട്ട്. അപ്പൊ അതിപ്പം തളിപ്പറമ്പില്
നമ്മള് മന്നക്ക് പോകുന്ന റോഡിൽ ആ ഫസ്റ്റ് സിഗ്നലിന്റെ അതിന്റെ ലെഫ്റ്റ് സൈഡില് ഒരു ഇതുണ്ട്, ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ട് ഇംപെക്സിന്റെ സർവീസ് സെന്റർ. അപ്പൊ ആടെ പോണെന്നാ പറഞ്ഞിട്ടില്ലേ. അപ്പൊ അതെല്ലാം മാറ്റിയെടുക്കുമ്പോ നല്ലൊരു തുകയാവും. ഇപ്പൊ പുതിയൊന്നും മേടിക്കാവുന്നു. എന്നാലും ചോദിച്ചോക്കല്ല നമുക്ക്. തളിപ്പറമ്പിലേക്ക് പോവാനാ ഇപ്പല്ല, അത് നമുക്ക് പിന്നെ ഇനി നാളെ തളിപ്പറമ്പിലേക്ക് പോയി. ഇനിയിപ്പൊ വൈകുന്നേരമൊക്കെ ഉണ്ടേ. അപ്പൊ ബാഗ് ഇനിയിപ്പൊ തുന്നാൻ കൊടുക്കാം. ഇൻഡക്ഷന്റെ കാര്യം നടന്നിട്ടില്ലെങ്കിലും ബാഗ് അവിടെ കൊണ്ടു കൊടുത്തു ഞാൻ. ബാഗ് ഒരു സിബ് പൊട്ടിയത് ഞാൻ കണ്ടിട്ടു. അവര് നോക്കുമ്പോഴത്തേക്ക് 2 എണ്ണം പൊട്ടിയിട്ടുണ്ട്, ഫ്രണ്ടിലത്തൊന്നും ബാക്കിലത്തൊന്നും. അപ്പൊ നമ്മൾ ഞാൻ ചെയ്താലും ഇനി പോയിട്ട് വരുമ്പോ മേടിക്കാന്ന്. അവരോട് പോയിട്ട് വന്നോ, കുറച്ച് സമയം എടുക്കും. അത് പയ്യന്നൂര് വരെ പോകേണ്ട ആവശ്യം. അതെ, പയ്യന്നൂര് ഇപ്പൊ പോകേണ്ട ആവശ്യമുണ്ട്. 2 സാധനങ്ങൾ മേടിക്കാനുണ്ടേ. അപ്പൊ പിന്നെ നമുക്ക് പയ്യന്നൂര് പോയിട്ട് തിരിച്ചു വരുമ്പോ അതൊക്കെ നോക്കണേ. അപ്പുറം ഇപ്പുറം ശ്രീനാട്ടിന് ഏറ്റവും മറന്നു പോകുന്ന സാധനം ഈ ഇൻഡിക്കേറ്റർ ഇടേണ്ട സംഭവം. എത്ര പറഞ്ഞാലും ശ്രീനാട്ടിന് ഓർമ്മയില്ല. ഇപ്പൊ വളക്കണെങ്കിൽ മണിക്കൂട്ടിന് എന്താ പറയാ, റൈറ്റ് സൈഡിലോട്ടാ പോകണ്ടെങ്കിൽ റൈറ്റ് സൈഡും കഴിഞ്ഞിട്ട് അമ്മ ഇൻഡിക്കേറ്റർ ഇടുവാന്ന്. കേറി കഴിഞ്ഞിട്ട് എന്നാന്നറിയില്ല. എനിക്ക് പിന്നെ ലൈസൻസ് കിട്ടിയെന്നല്ലാണ്ട് ഇത് ഓടിക്കാൻ ഞാൻ ചിന്തിക്കുന്നു. അത് ഒരു സംഭവം ഉണ്ടായിട്ട് ഇന്നലെ ഇതുപോലെ ഞാൻ സൈഡിൽ പാർക്ക് ചെയ്തതാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ബസ് ബാക്കിൽ വരുന്നുണ്ടായിരുന്നു. സൈഡിൽ പാർക്ക് ചെയ്തു. ഞാൻ ശ്രീനാട്ടൻ കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തതിന്റെ പിന്നെ ഞാൻ കയറി. ചളിയായോണ്ട് കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ കയറുന്നവരെ ബാക്കിൽ വണ്ടിയൊന്നും വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കയറിയിരുന്നു. പിന്നെ നമ്മള് വർത്താനം പറയലും ശ്രീനാട്ടൻ രണ്ട് ബസ്സാ വരുന്നത്. ഇത് ഞാൻ മാത്രമായിട്ടില്ല, കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇൻഡിക്കേറ്റർ ഒന്ന് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വളക്ക് നമ്മള് കേറി കഴിഞ്ഞിട്ടില്ല ആ ഒരു സെക്കൻഡില്ലേ, ആ സമയത്ത് വർത്താനം കുറക്കുക. നമുക്ക് 2 പ്രാവശ്യമായി ഈ ഒരു അബദ്ധം പറ്റും. കാരണം വണ്ടി കയറി കഴിഞ്ഞാൽ സംസാരിക്കും, അന്നേരം ബാഗ് മുമ്പ് നോക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യും വണ്ടി. അപ്പൊ അങ്ങനെ പറ്റിയതാണ്. അതെ, നമുക്കൊരു പറ്റി അപ്പൊ ബസ്സുകാരൻ ചവിട്ടി. പിന്നെ അയാൾ ഇങ്ങനെ പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് തന്നെ നഷ്ടം വരില്ല, നിങ്ങളുടെ ചെറിയ വണ്ടിയാണ്. ഒറ്റ സ്പീഡില് വരുന്നല്ലേ ബസ്സെല്ലാം, സൈഡിൽ അങ്ങ് തെറിപ്പിച്ചു പോവില്ലേ. ഇനി ഇൻഡിക്കേറ്റർ ആവശ്യമില്ല, ഇനി ബേക്കിലേ പോകുന്ന സ്ഥലല്ലേ. എന്നാലും കേട്ടോ ഇൻഡിക്കേറ്റർ എന്തിനാ ശരിക്കും ഇടാനല്ലേ. അതിന്റെ കാര്യം പിടിക്കുന്നുണ്ട്. നോക്കട്ടെ, കൂളൊന്ന് വെച്ചിട്ട് കാര്യമായിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഹെൽത്ത് ഇൻഷുറൻസിന് എന്തോ ഒരു ഇതല്ലേ പരസ്യം. ഒരുപാട് കോളുകൾ ഇങ്ങനെ ഫേക്ക് ആയിട്ട് 1 2 എന്നെല്ലാം പറഞ്ഞിട്ട് മൂന്നാമത് പറഞ്ഞ ഈ ബജാജിന്റെ ബജാജിന്റെ മറ്റേ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, EMI അങ്ങനെ സംഭവങ്ങൾ എടുക്കലുണ്ട്. ഇവര് ഒരു മാസം എത്രോട്ടാ ലോൺ വേണോ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെയാണ് ചോദിക്കുന്നത്. ശ്രീനാഥനോട് ലോൺ വേണമെന്ന് പറ, തിരിച്ചടക്കാത്ത ലോൺ വേണമെന്ന് പറ. ആ ഒരു ലോൺ നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്, ചിലപ്പോൾ അവര് ജോലിയായിട്ട് അത് ജോലിന്റെ ഭാഗമായിട്ട്. പക്ഷെ എന്നായിരുന്നാലും ചിലത് ഫേക്കും ഉണ്ട്, ചിലത് നല്ലതും ഉണ്ടല്ലോ അല്ലേ. തിരിച്ചറിയാൻ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഇത് ഇങ്ങനെയെല്ലാം ചോദിക്കല്ലേ. അപ്പോൾ ഇത് ഒരു മാസത്തിൽ 1 2 കോളെല്ലാം നമുക്ക് ഓക്കെ, ആഴ്ചക്ക് 2 കോള് 3 കോളെല്ലാം വരുവാ. നമുക്ക് കാര്യത്തിലെടെങ്കിലും പോയിട്ട് ഇങ്ങനെ ഒന്നാമത് ബാഗിന്റെ ഉള്ള ഫോൺ ഉണ്ടാവും. ഇതെന്തെങ്കിലും പെട്ടെന്ന് ബാഗെല്ലാം തുറന്ന് സ്പീഡിൽ അങ്ങ് എടുക്കുമ്പോഴത്തേക്കുണ്ടാവും ഇങ്ങനത്തെ കോള്. നേരെ ദേഷ്യം വരല്ലേ. എന്തെങ്കിലും കാര്യപ്പെട്ട കാര്യം ചെയ്യുമ്പോ വിളിക്കുമ്പോ ദേഷ്യം. പിന്നെ പിള്ളേരെ എടുക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവര് ഈ ഒന്ന് ഓണാക്കിയിട്ട് 1 2 3 ഞെക്കിയിട്ടുണ്ടെങ്കിൽ പണിയായില്ലേ. അപ്പൊ മണിക്കൂറിന്റെ മേതൊട്ടിക്കെല്ലാം പറഞ്ഞു കൊടുക്കലാന്ന്. ആരെ കോള് കണ്ടാലും എടുക്കണ്ട. അതുകൊണ്ട് ഏടുന്ന് കോള് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എടുക്കുകയില്ല കേട്ടാ. അച്ഛന്റെയോ അമ്മേന്റെ പേര് കണ്ട കോളല്ലാണ്ട് വേറൊരു കോള് അതിന്റെ പിന്നെ എടുക്കാൻ നിൽക്കുകയില്ല. നല്ല കാറ്റും മഴയാണ്. സൗണ്ട് കേൾക്കുമോന്നറിയില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ് അടിച്ച് ചിരിച്ച് കാണിച്ചു തരാം. മാറ്റുമഴ എന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റുമഴ. ഞാൻ നിങ്ങൾക്ക് പോസ് അടിച്ച് തിരിച്ച് കാണിച്ചു തരാം. വീട്ടി അടിപൊളി കാറ്റുമഴയാണ്. ഇതാ കിഴങ്ങിൽ ആദ്യം അങ്ങ് വീഴാൻ പോകുന്നു. ഇവിടെ ഒരു കുട്ടിപ്പിശാച്ചുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് നല്ല കാറ്റും മഴ, ഭയങ്കര മഴയാണ്. ഇപ്പൊ വന്നതേ ഇല്ലു അല്ലേ. നല്ല കാറ്റും മഴയും. രാവിലെ നല്ല വെയിലായിരുന്നു. പോകുന്ന സമയത്ത് എന്ത് ചൂടായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇറയെ മൊത്തം വെള്ളത്തിലാവും. ഇവിടുത്തെ അവസ്ഥ നോക്കണം. ശരിക്കും മണി
വണ്ടിന്ന് കൊട എടുത്തിട്ടില്ല ഓളെ. ആര് ഏതോട്ട് ഇത് മറന്നുപോയാ പൊടിയെടുക്കാൻ എടുത്തേക്ക് നീ പോണിപ്പോ. അതാ മഴ കണ്ടു കഴിഞ്ഞൂടെ ഇവർക്ക്. ഇവർക്ക് മഴ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിക്കളിക്കണം മേതുട്ടിക്ക്. ഇനി ഡാൻസ് ആണ് കേട്ടാ മേതുട്ടീൻ്റെ. അപ്പൊ മൊത്തം വെള്ളാക്കിട്ടാ മേതുട്ടി, മൊത്തം വെള്ളാക്കിയല്ല നീ ഇട കടിയും. മണിക്കൂറിന് ഫുട്ബോൾ കളിക്കും എന്നിട്ട് അതിന്റെ അടക്കം ഓൻ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഇടാ. ഇത്രയും ഒരു ഗ്യാപ്പ് ഉണ്ട് നമുക്ക്. ഇനി അപ്പുറത്തെ നിന്റെ ബാഗ് ശരിയാക്കി കൊണ്ടുവന്നിട്ടാ. അതൊക്കെ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് കാണിച്ചാലേ. എന്താ പരിപാടി? മഴ ആസ്വദിച്ചോണ്ട് ഫുട്ബോൾ കളിക്കുന്നു. മഴയെ ആസ്വദിച്ചുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നത് നമുക്ക് ഇത്ര പോലെ മൊത്തം വെള്ളത്തിലാവൂട്ടാ. ഈ ഒരു മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം ഈ ഏരിയ മൊത്തമായിട്ട് വെള്ളം അടിച്ച് കയറും, ചാറിലടിച്ച് കയറും. അങ്ങനെ നമ്മുടെ ഈ ഒരു ഏരിയ കണ്ടാണ്. കണ്ടത്തിലെല്ലാം ഇപ്പം മൊത്തമായിട്ട് വെള്ളം കയറിയിട്ടില്ല. എല്ലാം മണിക്കൂട്ടാ ഇതിപ്പം ഇടയെല്ലാം നമ്മുടെ ഇടയ്ക്ക് നോക്കിയ ഇതെല്ലാം വളർന്നു കയറിയിട്ടുണ്ട്. മരങ്ങളെല്ലാം നമ്മുടെ എല്ലാം വെട്ടി തെളിച്ചതാണ്, നല്ല ഇതാക്കി നിന്നതാണ് അല്ലേ. എത്ര വെട്ടിയിട്ടും കാര്യമില്ല, കാരണം മഴ വരുമ്പോ അതുപോലെ ആദ്യം വളരും. ഇനിയിപ്പം എല്ലാ മഴയും കഴിഞ്ഞിട്ട് വെട്ടാന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാ ഇല്ലത്. ഇപ്പൊ മൊത്തമായിട്ട് വെട്ടു, എന്റെ അടക്കം വെട്ടി. മേഘ അതിന്റെ ഇടക്ക് ഫോൺ എടുത്തോണ്ട് തരും. അവളെ കൊട വണ്ടി മൊത്തം വിട്ടു, എന്നെ അടക്കം വിട്ടുന്ന്. നിന്റെ ബാഗ് തുന്നിക്കൊണ്ടുവന്നിട്ടുണ്ടേ. രണ്ടി തന്നെ അപ്പൊ അതിന് വേണ്ടാന്ന് പറഞ്ഞു. പൊട്ടുമ്പോ വെക്കാന്നാ പറഞ്ഞത്. ഈടിയും വെച്ചു. ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ല, ഒന്ന് പൊട്ടിയിട്ടില്ലേ. ഇനിയിപ്പം രണ്ട് ഇതല്ലേ ഇനി എപ്പാ പൊട്ടിക്കലും ഓരോന്ന് പൊട്ടിയിട്ട് വെക്കാന്നാല്. ഇവിടെ ഒരു ബ്ലാക്ക് അടിച്ചിട്ട് ഒരു വെള്ള കളർ ഉണ്ടായിരുന്നു. ഇവിടെ ബ്ലാക്ക് പെയിന്റ് അടിച്ചിരുന്നു തോന്നാം. ഇവിടെ ഒരു വെള്ള കളർ ഉണ്ട്. പുതിയ ബാഗാക്കി കൊണ്ടുവന്നില്ലേ. ഇത്രയും നല്ല ബാഗ് എവിടെ കിട്ടല്ലേ നീ? പുതിയത് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ. ഇല്ലപ്പാ അത് പറയല്ലേ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തുന്നതാണ്. നാളെ കൊമ്പനി ഇതല്ലേ എടുക്കല്? അതിന്റെ പൈസ മണിക്കൂറിന്. പക്ഷെ മറ്റേ ബാഗ് ചെറിയ ബാഗാണല്ലേ. ആദ്യം ചെറുത് നോക്കി അത് മാറ്റി വെച്ചു. ഇതിന്റെ സിബ് കൊട്ടിയാണ് പിന്നെ അതന്നെ ഉപയോഗിക്കല്. പക്ഷെ നല്ല ബാഗാ അത്. ഓന് ഇത്ര കുത്തി ഇതായിട്ടും ഒന്നും പോയില്ല. നല്ലതാണ്. ഇനിയിപ്പോ മാറി മാറി എടുക്കണം. മഴയത്തുനിന്ന് കേറുന്നില്ല അല്ല അമ്മാമേ? അമ്മാമേ അമ്മാമ്മനോട് കുറേ ആയി നമ്മുടെ അംഗൻവാടി വിശേഷങ്ങൾ ചോദിക്കാത്തത്. അല്ലെങ്കിൽ അമ്മാമ്മക്ക് വിശേഷം ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയാമേ വിശേഷം. പഴയ പോലെ ഒന്നും ഇല്ല അല്ലേ? എന്നാ പഴയത് പറ. എന്നാ പഴയ വിശേഷങ്ങൾ ഒന്നും കൂടി പുതുക്കെ. ഇപ്പൊ കുഞ്ഞുങ്ങളെല്ലാം കുറവാന്നാ പറഞ്ഞേ. പിന്നെ പുതിയ ടീച്ചർ വന്നു. അതങ്ങനെ എന്തെല്ലാം പറയാനുണ്ട് അമ്മാമ്മന്റെ ബ്ലോഗില്. പുതിയ ടീച്ചർ വന്നിട്ടുണ്ട് അമ്മാമ്മക്ക്. കുട്ടികളെല്ലാം കുറവാന്നാ. അതുകൊണ്ട് ഇവർക്ക് വണ്ടി ഇല്ലാത്തത് ഒഴിവായി. അപ്പൊ വണ്ടി ഇപ്പം ടീച്ചർക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയുന്നതുകൊണ്ട് ആ സ്കൂട്ടിയാണ് അമ്മേരെ വണ്ടി. രാവിലെ പോവും വരും. കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പറയാൻ. പക്ഷെ അമ്മ ഒന്നും പറയുന്നില്ല. അല്ല, അമ്മമ്മ പൊതുവേ അങ്ങനെ പറയും. അതെ, അമ്മമ്മ വൺ വേർഡ് ആണ്. PSC പോലെ ചോദിക്കും. ഞാൻ പറയും ഇന്ന സ്ഥലത്ത്. ശരി, ഒരു സംഭാഷണവുമില്ല. ഓക്കെ ബൈ. അമ്മ PSC PSCയിലെ ക്വസ്റ്റ്യൻ വൺ വേർഡ് ആൻസർ ഇല്ലേ? അത് പ്രശ്നം. അത്രേ വേണ്ടല്ലോ അമ്മേ. അത് അധികം ചോദ്യ ഉത്തരം അത്രേ വേണ്ടു, അതിന് കൂടുതൽ വേണ്ട. എന്തെങ്കിലും തിന്നേണ്ട കാര്യം ഇപ്പൊ തിന്നത് എടുത്ത് കഴിക്കുന്നി. അപ്പൊ നമ്മള് വരുമ്പോ പഴംപൊരി കൊണ്ടുവന്നു. പ്രിയ പഴംപൊരി ഉണ്ടായിട്ടുണ്ടായിന്. ഇനി ഇവർക്ക് വേറെ എന്തോ ഒരു ഷവർമ, പോക്കറ്റ് ഷവർമ. ഇപ്പൊ മഴ മണി എനക്കും താടാ. മഴ വരുമ്പോ എനക്കും തിന്നാൻ തോന്നും. മണി അമ്മക്കും താ. മണി ഒരു പഴംപൊരി.
എന്നാ എല്ലാം പകുതി താമക്കും താമനെ ഇപ്പൊ എല്ലാവർക്കും വേണ്ടി വന്നു. അത് മഴ വരുമ്പോ അതിന് എന്റെ അവസ്ഥ മഴ വന്നു കഴിഞ്ഞാൽ ഇതുവരെ ആരും വേണ്ടാന്ന് പറഞ്ഞാൽ വെച്ചതല്ലേ. അച്ഛന് ഓയില് കഴിക്കൂല. അങ്ങനെയൊന്നുമില്ല കേട്ടാ. ഓയില് കഴിക്കൂലെന്നല്ല, ഇന്ന് കഴിക്കൂല, ഇന്നത്തേക്കുള്ളതായി. ഇന്നത്തേക്കുള്ള ഓയില് കഴിച്ചു, അതുകൊണ്ട് ഇനി അധികം ഓയിൽ കഴിക്കേണ്ട രീതിയിലാണ്.